ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് സ്റ്റിച്ചിങ്, ക്രോഷേയിങ്, ഫുഡ് റിവ്യൂസ്, പ്രോഡക്റ്റ് റിവ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇന്ന് ഉഷ ജനോം XLR DLX ഓട്ടോമാറ്റിക് സ്വീയിങ് മെഷീനിൽ എങ്ങനെ ത്രെഡ് ഇടാം അല്ലെങ്കിൽ നൂലെങ്ങനെ ഇടാം ഈസി ആയിട്ട് ഉള്ളൊരു വീഡിയോയാണ്. ഞാൻ ഇതേ റിലേറ്റഡ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സും ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കയറി കാണാം. ഇതൊക്കെയാണ് എൻ്റെ ഫങ്ഷൻസ്. ഇനി ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന നൂല് ഇതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതൊരു കോംബോ സെറ്റായിരുന്നു. ഒരു ബിഗിനർ സ്വീയിങ് കിറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 200 സംതിങ് ആയിരുന്നു റേറ്റ്. ഇതിൻ്റെ കൂടെ കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഈ ഒരു നൂലിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇത് നമുക്ക് ജസ്റ്റ് ഓൾട്ടർ ചെയ്യാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർക്കിന് നല്ലതാണ്. പക്ഷേ ഒരു കംപ്ലീറ്റ് ഒരു ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചുരിദാർ തയ്ക്കുന്നത് ഒക്കെ ആകുമ്പോൾ അത്രയും നല്ലൊരു നൂലാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതിൻ്റെ ത്രെഡിന് അത്രയും ഒരു കട്ടിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് പല കളറ് നൂലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ തയ്ച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ബിഗിനർ എന്ന നിലയിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇതിൽ ഉണ്ട്. ഇത് റിലേറ്റഡ് ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എങ്ങനെയാണ് ഇതിൽ നൂല് ഈസി ആയിട്ട് ഈ മെഷീനിൽ തന്നെ എൻ്റെ ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ വെച്ച് എങ്ങനെയാണ് ഈ ഒരു നൂല് ഈസി ആയിട്ട് ഇടും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. സോ ഈ ഒരു മെഷീൻ്റെ മുകളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 2 മെറ്റൽ സ്പൂൾസ് ഉണ്ട്. ആ ഒരു സ്പൂളിലാണ് ഞാൻ നൂലിട്ടേക്കുന്നത്. അങ്ങനെ നമുക്കത് പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്കൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു നൂല് ഇടേണ്ടതെന്ന് അതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ആരോ മാർക്ക്. അതുവഴി നമ്മൾ നൂല് ആദ്യം ഇങ്ങനെ കൊണ്ടുപോയി ആരോയുടെ നേരെ കൊണ്ടുവന്ന് അവിടുന്ന് ഇവിടെ അടുത്ത ആരോ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ആ ഒരു എൽ ഷേപ്പിലുള്ള മെറ്റലിൽ കൂടെ കയറ്റി താഴെ കൊണ്ടുവരണം. ആ ഒരു ചെറിയൊരു പാത്ത് പോലെ ഒരു കട്ട് പോലെ ഉണ്ട്, അതിൽ കൂടെ കടത്തി നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് അവിടെ വീണ്ടും ഒരു ആരോ മാർക്കുണ്ട്. ആ ആരോയിൽ കൂടെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് വീണ്ടും താഴെ കൊണ്ടുവന്ന് അങ്ങനെയാണ് നൂല് ഇടുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നൂല് ഇടുന്നതെന്ന് നോക്കാം. ഒരു ഡെമോ പോലെ ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം മെറ്റൽ സ്പൂളിൽ നൂല് ഇട്ട് അവിടെ നമ്മൾ പെതുകി ഇങ്ങനെ വലിച്ച് ആദ്യത്തെ എൽ ഷേപ്പിലുള്ള ആ ഒരു മെറ്റൽ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ കടത്തിയിട്ട് താഴോട്ട് ആ ഒരു കട്ട് പോലെ വരുന്നുണ്ട് ഭാഗം, അതിലൂടെ കടത്തി ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് അപ്പുറത്തെ ആ ഒരു കട്ടിൽ ഉണ്ട്, ഒരു കട്ടുണ്ട്, അറിയാതെ പറഞ്ഞാണ്, അതിൽ കൂടെ കടത്തുക. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട്, പക്ഷേ അത് അകത്തിരിക്കുക. നമുക്ക് സൈഡിലെ ഒരു വീലുണ്ട്. ആ വീലിൽ നമ്മൾ പതിയെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ കൂടെ നമുക്കകത്തേക്ക് കടത്തിയെടുക്കാം. അതിൽ കൂടെ കടത്തി വീണ്ടും ആ വന്ന വഴിയിൽ കൂടെ തന്നെ താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഒരു ചെറിയൊരു മെറ്റലിൻ്റെ ഒരു സംഭവമുണ്ട്. വീഡിയോയിൽ വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടെ കടത്തുക. ഇനി താഴെ, അതായത് നമ്മുടെ സൂചിയുടെ പുറകിൽ ഒരു ചെറിയൊരു റിങ് പോലുണ്ട് മെറ്റലിൻ്റെ, അതിനുള്ളിൽ കൂടെ നമ്മൾ നൂല് പതുക്കെ ഇങ്ങനെ ഇടണം. ആ നൂലിട്ടിട്ട് ഇനി നമ്മൾ സൂചിയുടെ നേരെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സൈഡിലൊരു നമുക്കൊരു ചെറിയൊരു സംഭവമുണ്ട്, ആ വലിച്ച് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നൂലിടാം. സാധാരണ ഇടുന്ന പോലെ ഇട്ടാലും മതി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ആ ഒരു സൈഡിലോട്ട് കടത്തിയിട്ട് നമ്മൾ ഈ സൂചിയുടെ മുന്നിലേക്ക് നൂലിങ്ങനെ ചരിച്ച് പിടിച്ചു കൊടുക്കുക. മീൻസ് നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇത് മേപ്പോട്ട് എടുക്കുക. അതിൽ ചെറിയൊരു സൂചിയുണ്ട്, ഈ ഞാൻ വലിച്ച് താഴോട്ട് വെച്ചത്, അതാണ് ഇതിനെ വലിച്ച് നൂലിനെ അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നൂലിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ മെഷീനിലൊക്കെ ചെയ്യുന്ന പോലെ ബാക്കിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഓൾറെഡി നൂല് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ഇടുന്ന പോലെ അവിടെ മുകളിൽ പൊക്കാനൊരു സംഭവമുണ്ട്, അത് പൊക്കിയിട്ട് നൂല് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂചിക്കുള്ളിൽ നൂല് ഈസിയായിട്ട് കടത്തി. ഇനി നമുക്ക് ബോബിനാണ് ഇടേണ്ടത്. ബോബിൻ്റെ ആ ഒരു പാർട്ട് നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം. ഇതില്ലാതെ നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ ആ ഒരു കൈ അടിക്കാൻ വേണ്ടി ആ ഒരു ഭാഗം ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ബോബിൻ്റെ ആ സംഭവം ഊരിയിട്ട് ബോബിൻ കേസിൽ ബോബിൻ ഇട്ടു. ഇനി നമ്മൾ അത് അറ്റാച്ച് ചെയ്തിട്ട് ഇനി അടച്ചു കൊടുക്കാം. പൊക്കിയിട്ടിങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നൂലകത്താക്കിയിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം വീണ്ടും നമുക്ക്, ഇത് ശരിക്കും ഒരു സ്റ്റോറേജ് ബോക്സ് പോലാണ്, അത് നമ്മൾ വെച്ചു. അപ്പം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനൊരു ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ചുമ്മാ ഒന്ന് കാണിക്കാം. നമ്മൾ നോർമൽ സ്റ്റിച്ച് ഞാൻ ഓൾറെഡി വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എ ആണ് ഇപ്പുറത്തെ നമ്മുടെ സ്റ്റിച്ച് സെലക്ട് ചെയ്യുന്നത് എയും, ഇപ്പുറത്തെ ലെങ്തിൻ്റെ അവിടെ 3 അല്ലെങ്കിൽ 2, നമ്മുടെ ഒരു ഇതനുസരിച്ച് ഞാൻ കൂടുതലും 3 ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ 3 ലെങ്തിൻ്റെ അവിടെ രണ്ടാമത് കാണിക്കുന്നതിൽ 3 സെലക്ട് ചെയ്തു. നോർമൽ സ്റ്റിച്ചിന് നമ്മൾ ഈ 2 സംഭവങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. രണ്ടും ഒരു പോയിന്റിലേക്ക് ആക്കിയിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. വെച്ചു. ഇനി നമ്മൾ നൂലെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ ഇനി അത് അടച്ചിട്ട് നമ്മുടെ ബാക്കിലുള്ള അത് ക്ലോസ് ചെയ്യുക. അതിന് നമ്മുടെ ഫൂട്ട് നമ്മുടെ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് അടച്ചു. ഇനി നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വിച്ച് ബോർഡിൽ, അതാണ് ലൈറ്റ് വന്നത്. ഇനി നമുക്ക് ടെൻഷന് ഞാൻ 2ലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കാലിലാണ് ഇതിൻ്റെ പ്രസ് ചെയ്യുന്നത്. കാല് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യമുണ്ട്, എൻ്റെ ബോബിനിൽ ത്രെഡ് തീർന്നിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് നൂല് പിടിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ ഞാൻ വേറെ ഇത് വെച്ചിട്ട് തയ്ച്ചിട്ടുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ബോബിനിൽ ത്രെഡില്ലായിരുന്നു. അപ്പോൾ അത് അത്രയും നല്ലതായിട്ട് അതിൽ പിടിച്ചില്ലായിരുന്നു നൂല്. ഇനി നമുക്ക് സൈഡിലൊരു ത്രെഡ് കട്ടറുണ്ട്, ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗമില്ല, അവിടെ ഒരു കട്ടറുണ്ട്. നമുക്ക് ഇതിൻ്റെ, അതായത് നമ്മുടെ കത്രികയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ. കണ്ടില്ലേ, ഇത് നൂല് പിടിച്ചില്ല. ഇത് ഞാൻ പിന്നീട് തന്നെ സെലക്ട് ചെയ്തിട്ട് പല ലെങ്തിൽ, സ്റ്റിച്ച് ലെങ്ത് പലതിൽ 1, 2, 3 ഒക്കെ വെച്ച് തയ്ച്ചതാണ്. ഇങ്ങനെയാണ് നോർമൽ സ്റ്റിച്ച് വരുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു.